ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതായത് ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് കേർവിനെ പറ്റിയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചധികം ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, പക്ഷേ എങ്ങനെ പോയാലും ഈ ഡിസ്റ്റർബൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിനി ഡിസ്റ്റർബൻസ് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് പിന്നെ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് മാക്സിമം ഞാൻ ഒച്ചയിൽ പറയാൻ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്റ്റർബൻസസ് ഒത്തിരി അങ്ങ് കിട്ടത്തില്ല. അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് കേർവ് എന്ന് പറയുന്നൊരു പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഈ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കേർവ് എന്ന് പറയുന്നത്. കാരണം ഇതെന്താ പറയുന്നത്, ഒരു കഥ പോലെയൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഒത്തിരി അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സംഭവം എന്താണെന്ന് പറയുക. പിന്നെ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം പഠിച്ച് എഴുതി പോയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിന് നമുക്ക് ഫുൾ മാർക്ക് അവർ തരത്തില്ല. ഒരു 4 അല്ലെങ്കിൽ 3.5 മാർക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് കേർവ് ഫസ്റ്റ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാമല്ലോ. എല്ലാ ക്വസ്റ്റിനും നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന എന്താണോ അതൊന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വെൻ എ ബാക്ടീരിയം ഈസ് ഇനോക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തു, അതിലേക്ക് ഇട്ടു, അത്രേ ഉള്ളൂ. ഇൻ ദ കൾച്ചർ ലിക്വിഡ് മീഡിയം ആൻഡ് ഇൻക്യുബേറ്റഡ് ഇറ്റ്സ് ഗ്രോത്ത് ഫോളോസ് എ ഡെഫിനിറ്റ് ഫേസ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുവാണ്. അപ്പോൾ കൾച്ചർ ചെയ്യുമ്പോൾ അതിന് പല പല ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ പല പല ഘട്ടങ്ങളായിട്ടാണ് അത് ഗ്രോ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി അടുത്തത്, when a bacterial count of such culture is determined at different intervals and plotted in relation to a time, a growth curve is obtained. അതായത് നമ്മൾ ഈ 4 ഫേസസ് ഉണ്ടല്ലോ, ഈ 4 ഫേസസ് ഘട്ടമായിട്ട് നമ്മളിങ്ങനെ എല്ലാം വെച്ചെടുത്തപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഗ്രാഫ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. ആ ഗ്രാഫ് ഉറപ്പായിട്ട് നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾ ആ ഗ്രാഫ് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴും. അതായത് ടൈമും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഓരോ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് അനുസരിച്ച് നമ്മൾ ഒന്ന് പ്ലോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്കറിയാം ഈ ഗ്രോത്ത് കേർവിന് 4 ഫേസസ് ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, ഒന്നുമില്ല. അപ്പോൾ എത്ര ഫേസസ് ആണ്? ലാഗ് ഫേസ്, ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഫേസ് ഓഫ് ഡിക്ലൈൻ ഓർ ഡെത്ത് ഫേസ്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോകും. ഫസ്റ്റ് ഏതാണ്? ലാഗ് ഫേസ്. നമുക്ക് ഈ ലാഗ് ഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ലാഗ് ഫേസ് ആണ്. ലാഗ് കഴിഞ്ഞാൽ ലോഗാന്ന് ഓർക്കുക. ലാഗ് അല്ലെങ്കിൽ ലാഗ് ഫേസ്, പിന്നെ ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസ്, പിന്നെ ഉള്ളത് സ്റ്റേഷനറി ഫേസ്, പിന്നെ ഫേസ് ഓഫ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് ഫേസ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സമ്മറി പോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം മൊത്തത്തിൽ എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലാഗ് ഫേസ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ലാഗ് ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബാക്ടീരിയ എടുത്തു. അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് ഗ്രോ ചെയ്യില്ല, നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ അതിന് വേണ്ട ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. ഇനി ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലാഗ് ഫേസിൽ ഓൾറെഡി പ്രിപ്പയർ ഒക്കെ ആയിട്ടിരുന്നല്ലോ, അപ്പോൾ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവും. ഇനി സ്റ്റേഷനറി ഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന് വേണ്ട ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പെരുകി വരുമ്പോൾ അവിടെ ഫുഡൊന്നും നമുക്ക് സഫിഷ്യൻ്റ് ആവത്തില്ല. അതായത് ആ ബാക്ടീരിയയ്ക്ക് സഫിഷ്യൻ്റ് ആവില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയ മരിച്ചുപോയ ബാക്ടീരിയ ഏകദേശം സെയിം നമ്പർ ആയിരിക്കും ഈ സ്റ്റേഷനറി ഫേസിൽ. ഓക്കെ. പിന്നെ ലാസ്റ്റ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയ കുറവായിരിക്കും, മരിച്ച ബാക്ടീരിയ ആയിരിക്കും കൂടുതൽ. കാരണം കുറേ ആവുന്ന സമയത്ത് എന്താണ്, അവർ തന്നെ നശിച്ചു പോകും. ഇത്രയാണ് ഒരു ഗ്രോത്ത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറേ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയ കിട്ടുമല്ലോ, അതാണ് നമ്മൾ ലാസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക, ഒരു ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ. അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഫേസ്, ഒന്ന് പ്രിപ്പയർ ആയി. ലോഗ് ഫേസിൽ നല്ലപോലെ ഗ്രോ ചെയ്തു. പിന്നെ ന്യൂട്രിയൻ്റ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ എന്താ പറ്റുന്നത്, കുറേയൊക്കെ ചത്തുപോകും. അപ്പോൾ ഏകദേശം ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയ മരിച്ച ബാക്ടീരിയ നമ്മൾ സെയിം ആവും. ലാസ്റ്റ് ആവുമ്പോൾ കൂടുതലും മരിച്ച ബാക്ടീരിയ ആയിരിക്കും കൂടുതലുണ്ടാവുള്ളൂ.
ഇനി അടുത്തതാണ് ഈ 3 കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജനറേഷൻ ടൈം എന്താ, ടോട്ടൽ കൗണ്ട് എന്താ, വയബിൾ കൗണ്ട് എന്താന്ന്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് നോക്കൂലോ. ജനറേഷൻ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എത്ര ടൈം വേണം ആ ഒരു ബാക്ടീരിയ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ചില കേസസിൽ നമ്മൾ പറഞ്ഞു ആകെ മൊത്തത്തിൽ ഒരു ബാക്ടീരിയ ഉണ്ടാക്കാനായിട്ട് പൊതുവേ നമുക്ക് വേണ്ടത് 20 മിനിറ്റ്സ് ആണ്. പിന്നെ ലെപ്രാബാസിലൊക്കെ വേണമെങ്കിൽ 20 ദിവസം വേണം അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലാണ് നമ്മൾ ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഒരു ലാസ്റ്റ് ഫേസ് ഓഫ് ഡെത്ത് ആവുമല്ലോ. ഫേസ് ഓഫ് ഡെത്ത് ആകുമ്പോൾ അതിൽ മരിച്ച ബാക്ടീരിയ ഉണ്ടാവും, ജീവിച്ച ബാക്ടീരിയ ഉണ്ടാവും. അതിൻ്റെ മൊത്തത്തിലെ കൗണ്ട് നമ്മൾ കൊടുത്തു. പിന്നെ വയബിൾ കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ബാക്ടീരിയ ജീവിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ മാത്രം, ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ മാത്രം കൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഗ് ഫേസ് ആണ്. ഓക്കെ, ആഫ്റ്റർ ദ ഇനാക്കുലേഷൻ ഓഫ് കൾച്ചർ മീഡിയം മൾട്ടിപ്ലിക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ ഇമ്മീഡിയറ്റ്ലി. ദ പീരീഡ് ബിറ്റ്വീൻ ഇനോക്കുലേഷൻ ആൻഡ് ബിഗിനിങ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോൺ ആസ് ലാഗ് ഫേസ്. നമ്മൾ പറഞ്ഞു ആദ്യമേ തന്നെ പോയിട്ട് അത് ഗ്രോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണ് അതിനൊന്ന് പ്രിപ്പയർ ആവണം. അപ്പോൾ ഇതാണ് ദ പീരീഡ് ബിറ്റ്വീൻ ഇനോക്കുലേഷൻ. നമ്മൾ അതിലേക്ക് ആ ഒരു ബാക്ടീരിയനെ കൊടുത്തു, എന്നിട്ട് എന്താണ് ആ ഒരു ഗ്രോ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ടൈം, അതിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലാഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ലാഗ് ആവുക, ആ ഒരു പേരിൽ തന്നെ നമുക്കറിയാം ഗ്രോ ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. ഇനി ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ഓർഗാനിസം അഡാപ്റ്റ് ടു ന്യൂ എൻവയോൺമെൻറ്റ് ഡ്യൂറിങ് വിച്ച് നെസസറി എൻസൈം ആൻഡ് ഇൻ്റർമീഡിയറ്റ് മെറ്റബോളൈറ്റ്സ് ആർ ബിൽഡ് അപ്പ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്, അതിന് വേണ്ട എൻസൈംസ്, അതിന് വേണ്ട മെറ്റബോളിക് റിയാക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്, പിന്നെ ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു പർട്ടിക്കുലർ നമ്മൾ കൊടുത്ത ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ടൈം ഒക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് ഗ്രോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ലാഗ് ഫേസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. ദർ ഇസ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെൽ ബട്ട് നോ അപ്രിഷ്യബിൾ ഇൻക്രീസ് ഇൻ നമ്പർ. അപ്പോൾ ആ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരിക്കലും നമ്പർ ഇങ്ങനെ കൂടത്തില്ല. ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ നമ്മൾ കൊടുത്തുല്ലോ, നമ്മൾ ആ കൊടുത്ത ബാക്ടീരിയ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആവും അതിൻ്റെ സൈസ്. ദ ഡ്യൂറേഷൻ ഓഫ് ലാഗ് ഫേസ് വേരീസ് വിത്ത് ദ സ്പീഷ്യസ്, നേച്ചർ ഓഫ് കൾച്ചർ മീഡിയം ആൻഡ് ടെമ്പറേച്ചർ എക്സെട്ര. അപ്പോൾ ഈ ഒരു ലാഗ് ഫേസ് എന്ന് പറയുന്നത് ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി കുറച്ചധികം താമസം എടുക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. കാരണം ഇത് പല സ്പീഷ്യസിനും പല ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും ഉള്ളത്. അതായത് നാം പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി നമ്മളൊരു കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാക്ടീരിയനെ എടുത്തുള്ളൂ. ആ ഒറ്റൊരു ബാക്ടീരിയ എന്താണ് ലാഗ് ഫേസിൽ സംഭവിക്കാൻ പോകുന്നത്, ജസ്റ്റ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ സൈസ് മാത്രമാണ് അവിടെ ഗ്രോ ചെയ്യത്തുള്ളൂ. മീൻസ് സൈസ് മാത്രം, ഗ്രോത്ത് അല്ല, ഒന്ന് ഇൻക്രീസ് ആവും. അതിന് വേണ്ട എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇൻക്രീസ് ആവും. പക്ഷേ ഒരിക്കലും അവിടെ എന്താണ് ഗ്രോത്ത് നടക്കണമെങ്കിൽ അവിടെ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ആണ്. കാരണം അവിടെ ബൈനറി ഫിഷൻ നടക്കണം, എന്നാലാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ലോഗരിതം ഓർ എക്സ്പൊണൻഷ്യൽ ഫേസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ദ സെൽ ഡിവിഷൻ സ്റ്റാർട്ട്സ് ആൻഡ് ദർ നമ്പർ ഇൻക്രീസ് എക്സ്പൊണൻഷ്യലി ഓൾ ബൈ ജോമെട്രിക് പ്രൊജക്ഷൻ വിത്ത് ഇറ്റ്സ് ഇഫ് ലോഗരിതം ഓഫ് വേരിയബിൾ കൗണ്ട് ഈസ് പ്ലോട്ടഡ് എഗൈൻസ്റ്റ് ടൈം ആസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പം നമ്മൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ തുടങ്ങിയൊരു ടൈം. ഓക്കെ, അപ്പോൾ എന്താണ് കുറേ എന്താണ് ഇൻക്രീസ് ഉണ്ടാവും, ബാക്ടീരിയ എണ്ണത്തിൽ ഇൻക്രീസ് ആവും. അതായത് ജോമെട്രിക്കൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാ കൗണ്ട് ചെയ്യുന്നില്ലേ, അതുപോലെ അങ്ങ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ അങ്ങ് ഇൻക്രീസ് ആവും. പിന്നെ നമ്മൾ ഒരു ഗ്രാഫ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലോഗ് ഫേസിൻ്റെ ടൈമിൽ വെച്ച് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവത്തില്ല, കാരണം ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ലോഗരിതത്തിൻ്റെ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫേസാണ് സ്റ്റേഷനറി ഫേസ്. ആഫ്റ്റർ ലോഗ് ഫേസ് ദ ബാക്ടീരിയൽ ഗ്രോത്ത് സീസസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡ്യൂ ടു എക്സ്ഹോഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ടോക്സിക് പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്റ്റേഷനറി ഫേസ് ആവുന്ന സമയത്ത് ഏകദേശം ഗ്രോത്ത് അവിടെ നിൽക്കും. കാരണം എന്താണെന്ന് പറയുന്നത് നമ്മളവിടെ ആവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസും കൾച്ചർ മീഡിയം ഒക്കെ കൊടുക്കും. അപ്പോൾ ഓരോരോ ഈ ബാക്ടീരിയ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ പല
ടോക്സിക് പ്രോഡക്ട്സ് അവർ എക്സ്ക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ടോക്സിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായി ചില ബാക്ടീരിയാസ് എന്താ അവിടെ സംഭവിക്കുന്നത്, നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഏകദേശം ഒരു മരിച്ച ബാക്ടീരിയയും ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ നമ്പർ ഏകദേശം സെയിം ആണ്. ദ നമ്പർ ഓഫ് progeny cells is formed just enough to replace the number of cells that die. അപ്പോൾ ഏകദേശം എന്താ പറയുന്നത്, മരിച്ചുപോയ ബാക്ടീരിയയുടെ അതേ നമ്പർ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ദ നമ്പർ ഓഫ് വയബിൾ സെൽ റിമൈൻ സ്റ്റേഷനറി ആസ് ദർ ഇസ് ഓൾമോസ്റ്റ് എ ബാലൻസ് ബിറ്റ്വീൻ ഡൈയിങ് സെൽസ് ആൻഡ് ന്യൂലി ഫോംഡ് സെൽസ്. അപ്പം ഏകദേശം എന്താ ഒരു ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതായത് ഇത്ര ബാക്ടീരിയ മരിക്കുവാണെങ്കിൽ അത്രയും ബാക്ടീരിയനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ലിവിങ് ബാക്ടീരിയ അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ സ്റ്റേഷനറി ഫേസിൽ നമ്മൾ പറയാനുള്ളത്. ഇനി ഫേസ് ഓഫ് ഡിക്ലൈൻ. ആഫ്റ്റർ എ പീരീഡ് ഓഫ് സ്റ്റേഷനറി ഫേസ് the bacterial population decreases due to dead cells. Decline phase starts due to exhaustion of nutrients, accumulation of toxic products and autolytic enzyme. There is decline in viable count and in total count with autolytic bacteria. Even the total count shows a phase of decline. അപ്പോൾ ഒന്നുമില്ല ഫേസ് ഓഫ് ഡിക്ലൈനിൽ പറയുന്നത്. നമുക്കറിയാം ഒരു സ്റ്റേഷനറി ഫേസൊക്കെ കഴിയുന്ന സമയത്ത് കൂടുതൽ ടോക്സിക് പ്രോഡക്ട്സും ഓട്ടോലൈറ്റിക് എൻസൈംസും അതുപോലെ തന്നെ ന്യൂട്രീഷനൊക്കെ കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ അത് കൂടുതലായിട്ടങ്ങ് നശിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡെത്തായിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇനി ലാസ്റ്റാണ് ആ ഒരു കേവ് എന്ന് പറയുന്നത്. നമുക്കറിയാം വയബിളിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പക്ഷെ പിന്നെ ഫേസ് ഓഫ് ഡിക്ലൈൻ ആവും. പിന്നെ എന്താണ് ലാഗ് ഫേസ് അധികം സൈസ് മാത്രമാണ് ഇൻക്രീസ് ആവുന്നുള്ളൂ. ലോഗ് ഫേസിൽ എന്താണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അത്യാവശ്യം കിട്ടും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അതവിടെ ഡിക്ലൈൻ ആവും. അപ്പോൾ ഇതെന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക വരച്ചു കൊടുക്കണം. ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒന്നോടെ പറയാം. എന്താ ശരിക്കും ലാഗ് ഫേസ്, ലോഗ്, സ്റ്റേഷനറി, ഫേസ് ഓഫ് ഡിക്ലൈൻ ഓർ ഡെത്ത് ഫേസ്. ഇത് നാലും കൊടുത്തിട്ട് ഈ ജനറേഷൻ ടൈം, ടോട്ടൽ കൗണ്ട്, വയബിൾ കൗണ്ട് എന്താണെന്ന് കൊടുത്തിട്ട് ഓരോന്നും നമുക്കറിയാവുന്നത് പോലെ നമ്മൾ കൊടുക്കുക. ലാഗ് ഫേസിൽ എന്താണ് റെസ്റ്റിംഗ് ഫേസ് ആണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. ലോഗിൽ എന്താണ് പെട്ടെന്ന് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തു. സ്റ്റേഷനറിയിൽ എന്താ സംഭവിക്കുന്നത്, ഏകദേശം മരിച്ച ബാക്ടീരിയ ലിവിങ് ബാക്ടീരിയ സെയിം ആയിരിക്കും. അവിടെ എന്താണ് പയ്യെ പയ്യെ ന്യൂട്രീഷൻ കുറഞ്ഞു വരുന്നൊരു ടൈമാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മൊത്തത്തിൽ ന്യൂട്രീഷൻ കുറയും. അപ്പോൾ എന്താ കൂടുതലും ചത്ത ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാകത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ഗ്രോത്ത് കർവ് വരയ്ക്കുക. പിന്നെ നമുക്കറിയാം ലോഗിലും സ്റ്റേഷനറി ഫേസിൽ ഏകദേശം എന്താ ലോഗ് ഫേസിൽ നല്ല സ്ട്രെയിറ്റ് കർവ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ 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 ആകുമ്പോൾ എന്താ അവിടെ ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് ഒന്നുമല്ല.